CK വിജയൻ കൂടി ചേരുന്നുണ്ട്. CK ഇപ്പോൾ പ്രാദേശിക ലേഖനായ ബൈജു പറയുന്നതനുസരിച്ച് കെട്ടിടം തകർന്നു വീണ ആനയുടെ മേലേക്ക് അങ്ങനെ ആന വിരണ്ടു എന്നാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്? അതിന് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ ഒരു ഭാഗം വല്ലാത്ത രീതിയിൽ ഒരു ചുവരിൻ്റെ ഭാഗം ഇടിഞ്ഞു വീണതായി ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അതുതന്നെ ആകാൻ കാരണം പൂർണ്ണമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്രമാത്രം ആ ദൃശ്യങ്ങളിൽ ഒരു മതിലിൻ്റെ പൂർണ്ണമായ ഭാഗം, മതിൽ പോലൊരു ഇതിൻ്റെ പൂർണ്ണമായ ഭാഗം ഇടിഞ്ഞു വീഴുന്നത് കാണുന്നുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ഈ ആന മറ്റൊരു ആനയെ കുത്തുന്നതിലേക്ക് എത്തിയത്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ സാധ്യതയുണ്ട്. മാത്രമല്ല എത്രമാത്രം സാഹസികമായാണ് ഈ ആനപ്പുറത്ത് തിടമ്പെഴുന്നള്ളിപ്പിൽ ഉള്ള ആൾക്കാർ ഇതിൻ്റെ പുറത്തു നിന്നും രക്ഷപ്പെട്ടത് എത്ര അത്ഭുതകരമായാണ് എന്നും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. കാരണം രണ്ട് ആനപ്പുറത്തുണ്ടായിരുന്ന രണ്ടുപേർ രണ്ട് ഭാഗങ്ങളിലേക്കായി ആന ഓടുന്ന സമയത്ത് അതിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഈ കയർ പിടിച്ച് താഴത്തേക്ക് ഇറങ്ങുകയല്ല, സത്യത്തിൽ അത് വീഴുന്ന ദൃശ്യമായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ആനയുടെ ഓട്ടം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഈ സ്ഥലത്ത് ആരും തന്നെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത വളരെ സമാധാനപരമായ ഒരു ഉത്സവം നടക്കുന്നതിനിടയിൽ ഞൊടിയിടയിലാണ്, നിമിഷങ്ങൾക്കകമാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ കൂടുന്ന അമ്പലമാണ്, ഒരുപാട് പേർ വിശ്വാസികളായി എത്തിച്ചേർന്ന അമ്പലമാണ്. അത്രമാത്രം ആൾക്കാർ അവിടെയുണ്ട്. മാത്രമല്ല വൈകുന്നേരമായതുകൊണ്ട് തന്നെ കുറേ കൂടി കൂടുതൽ ആൾക്കാരുണ്ട് ഈ ഉത്സവം കാണുന്നതിനും മറ്റും. അതുകൊണ്ട് തന്നെ ഈ സമയത്തുണ്ടായിരുന്ന ഈ അപകടത്തിൽ ഒരുപക്ഷെ കൂടുതൽ പേർക്ക് പരിക്കുണ്ട്. ഇപ്പോൾ 8 പേരെ ഏതാണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ അല്പസമയത്തിനൊക്കെ അത് തന്നെ അവിടെ എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ അമ്പലത്തിൻ്റെ പരിസരം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആൾക്കാർ ചിന്നിച്ചിതറി പല രീതിയിൽ പരക്കം പായുകയും ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടുകയും ചെയ്യുന്നത് ആശുപത്രിയിലേക്കുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ആൾക്കാർക്ക് കൂടുതൽ പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ആനയുടെ ചവിട്ടേൽക്കുകയോ അല്ലെങ്കിൽ ആന ഓടുമ്പോൾ അതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആന നേരിട്ട് ചവിട്ടിയതായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതായോ ഉള്ള വിവരങ്ങൾ